പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ എറണാകുളത്ത് നിന്നും കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ. അപ്പോൾ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് 2026 നോക്കൗട്ട് സ്റ്റേജ്, അതായത് ഗ്രൂപ്പ് ഓഫ് 32 ഇന്നലെ കളി തുടങ്ങി. ഇതിൽ ജയിക്കുന്നവർ പ്രീ ക്വാർട്ടറിൽ വരും, പ്രീ ക്വാർട്ടറിൽ ജയിക്കുന്നവർ ക്വാർട്ടർ ഫൈനലിൽ വരും, ക്വാർട്ടർ ഫൈനലിൽ ജയിക്കുന്നവർ സെമി ഫൈനലിൽ വരും, അവസാനം ഫൈനൽ. പ്രീ ക്വാർട്ടറിൻ്റെ ആദ്യ കളിയിൽ ഇന്നലെ താരതമ്യേന വീക്കായിട്ടുള്ള 2 ടീമുകളാണ് മത്സരിച്ചത്. ഒന്ന് ഹോസ്റ്റായിട്ടുള്ള കാനഡയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ. അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ച് ആയിരിക്കില്ല എന്നുള്ള ഒരു മുൻധാരണയോടെയാണ് കണ്ടതെങ്കിലും കളി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കളിയായിരുന്നു. ഒരു പരിധിയിൽ നോക്കുമ്പോൾ ചിലർക്കത് വൺ സൈഡഡ് ആയിട്ട് തോന്നും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡ അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും സപ്പോർട്ടോടുകൂടി 90 മിനിറ്റും പിന്നീടുള്ള എക്സ്ട്രാ ടൈം അല്ലെങ്കിൽ ഈ പറയണ പോലെ ഇഞ്ചുറി ടൈമിലും ആക്രമിച്ച് തന്നെ കളിച്ച്, തുടക്കം മുതൽ അവസാനം വരെ ആക്രമിച്ച് കളിക്കണമായിരുന്നു. സൗത്ത് ആഫ്രിക്ക നേരെ തിരിച്ച് തുടക്കം മുതൽ ഡിഫെൻഡ് ചെയ്ത് കളിക്കണമായിരുന്നു. അപ്പോൾ 2 കളിയിലും 2 പേരും വിജയിച്ചു എന്നുള്ളതാണ് സത്യം. നിരന്തരം ആക്രമണം അയച്ചു വിട്ടിട്ടും ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയുടെ മുഴുവൻ കളിക്കാരും തന്നെ ഡിഫെൻഡ് ചെയ്ത് ഒരു ഗോളും പോലും നിശ്ചിതമായിട്ടുള്ള 90 മിനിറ്റ് കാനഡനെ കൊണ്ട് അടിപ്പിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് സത്യം. അത് അവരുടെ വിജയം തന്നെയല്ലേ. ഇടയ്ക്ക് 1-2 പ്രാവശ്യം അവർക്ക് ചാൻസ് കിട്ടിയപ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. കാനഡ മുഴുവൻ ടൈമും അറ്റാക്ക് തന്നെയായിരുന്നു. പക്ഷേ അവരെ ഗോൾ അടിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്ക സമ്മതിച്ചില്ല. അവസാനം ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ അടിച്ചിട്ടാണ് കാനഡ കളി ജയിക്കുന്നത്. ആ നിലയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളി നല്ലതായിരുന്നെന്നേ എനിക്ക് പറയാൻ നിർവാഹമുള്ളൂ. അറ്റാക്ക് ചെയ്യണതായാലും ഡിഫെൻഡ് ചെയ്യണതായാലും രണ്ടും വിജയിച്ചാലല്ലേ 90 മിനിറ്റ് ഗോൾ അടിക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കളി നല്ലതായിരുന്നു എന്ന് പറയുന്നത്. ഒരു 5-6 ഗോളിൽ ഒരു ടീമിനെ തോൽപ്പിക്കണമെങ്കിൽ അത് വൺ സൈഡഡ് ആവും. അതുകൊണ്ടാണ് ഈ കളി 2 തുല്യ ശക്തികളുടെ കളിയായിട്ട് എനിക്ക് തോന്നിയത്. അറ്റാക്ക് ചെയ്തവർ അവരുടെ പണി ഭംഗിയായിട്ട് ചെയ്തു, ഡിഫെൻഡ് ചെയ്യേണ്ടവർ അവരുടെ പണി ഭംഗിയായിട്ട് ചെയ്തു. ഇത് നോക്കൗട്ട് ആയത് കാരണം അതിനൊരു റിസൾട്ട് വരും. 90 മിനിറ്റിലും ഗോൾ അടിച്ചില്ലെങ്കിൽ പിന്നെ അരമണിക്കൂർ എക്സ്ട്രാ ടൈം വരും, പിന്നീട് പെനാൽറ്റിയൊക്കെ വരും. അതിലോട്ടൊന്നും ഇത് നീണ്ടില്ല. ഇഞ്ചുറി ടൈം മതിയായിരുന്നു. ഒരു ഗോൾ അടിച്ചു, അവർ ജയിക്കുകയും ചെയ്തു. ഇനി ഇന്നത്തെ കളിയാണ്. ഇന്നത്തെ ആദ്യത്തെ കളി ബ്രസീലും ജപ്പാനും തമ്മിലാണ്. ഈ 2 ടീമിൻ്റെയും പുരാണ കഥകളും അതുപോലെ അവരുടെ ചരിത്രമൊന്നും പറയാൻ താല്പര്യമില്ല. ബ്രസീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പ് ഉണ്ടായ അന്ന് മുതൽ കളിക്കുന്ന ടീമുകളാണ്. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് നേടിയതാണ്. ജപ്പാൻ 1998 ആദ്യമായിട്ട് ക്വാളിഫൈ ചെയ്യുകയാണ്. പിന്നെ അവരുടെ നാട്ടിലൊരു വേൾഡ് കപ്പ് നടന്നു കഴിഞ്ഞപ്പോഴാണ് അവർ ആദ്യമായിട്ട് നോക്കൗട്ട് സ്റ്റേജിൽ പോകുന്നത്. പിന്നീട് 4 പ്രാവശ്യം അവർ നോക്കൗട്ടിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ പ്രീ ക്വാർട്ടർ ഫൈനലിൻ്റെ അപ്പുറത്തോട്ട് അവർക്ക് പോകാൻ പറ്റിയിട്ടില്ല. ക്വാർട്ടർ ഫൈനൽ പോലും കളിക്കാൻ പറ്റിയിട്ടില്ല അവർക്ക്. പക്ഷേ ഞാൻ അത് വെച്ചിട്ടല്ല വിലയിരുത്തുന്നത്. ഈ വേൾഡ് കപ്പിൽ അവരുടെ പെർഫോമൻസ്, ബ്രസീൽ ഒരൊറ്റ കളി പോലും തോറ്റിട്ടില്ല. 3 കളി കളിച്ചു, അതിലൊരെണ്ണം മൊറോക്കോയായിട്ട് ഡ്രോ പിടിച്ചു. ബാക്കി 2 കളി 3-0 അവർ ജയിക്കുക ചെയ്തു. ആദ്യത്തെ കളിയിൽ അവർക്ക് താളമൊന്നും കിട്ടില്ല. മൊറോക്കോൻ്റെ മുന്നിൽ അഡ്രസ് ഇല്ലാത്ത ബ്രസീലായിട്ട് ഞാൻ കണ്ടത്. അവരുടെ ഫോർവേഡും പ്രത്യേകിച്ച് മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞൊരു സാധനം ബ്രസീലിന് അന്ന് കണ്ടേയില്ല. ഡ്രോ പിടിക്കാൻ തന്നെ കാരണം വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു
ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അതേപോലെ ഒരു ഗോൾ കൊണ്ടാണ്, അല്ലെങ്കിൽ തോറ്റു പോകേണ്ട കളിയായിരുന്നു. മൊറോക്കോയാണ് ആ കളിയിൽ ആധിപത്യം പുലർത്തിയത്. രണ്ടാമത്തെ കളിയിൽ ബ്രസീൽ കളി മൊത്തം മാറ്റി. 80 ആയിട്ടായിരുന്നാലും അവർ ശക്തമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് കളിയാണ് ആദ്യ പകുതിയിൽ കണ്ടത്. 3 ഗോൾ അടിച്ചു. രണ്ടാം പകുതിയിൽ അവർ ഗോളടിക്കാൻ കാര്യമായിട്ടൊന്നും ശ്രമിച്ചില്ല. ചാൻസസ് കുറേ കിട്ടി. അതൊന്നും അവരുടെ ഹൈത്തിയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തു. കുറച്ച് ഡിഫൻഡേഴ്സ് സേവ് ചെയ്തു. അതുപോലെ തന്നെ ഹൈത്തിക്ക് 1-2 ചാൻസ് കിട്ടി. അത് ബ്രസീലിൻ്റെ ഗോൾ കീപ്പറും സേവ് ചെയ്തു. പക്ഷേ അവിടെ നമുക്ക് നല്ലൊരു അറ്റാക്കിങ്ങിനെ കാണാൻ പറ്റി. ഡിഫൻസ് ഓൾറെഡി മൊറോക്കോ ആയിട്ടുള്ള കളിയിലും ആകെ ഉണ്ടായിരുന്ന ഡിഫൻസാണ്. ഹൈത്തി ആയിട്ടുള്ള കളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അറ്റാക്കിംഗ് നമ്മൾ കണ്ടു. ഒരു പരിധി വരെ മിഡ്ഫീൽഡ് ഉള്ളതായിട്ട് നമുക്ക് തോന്നി. മൂന്നാമത്തെ കളി സ്കോട്ട്ലൻഡായിട്ടായിരുന്നു. അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ വൻ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. ഡിഫൻഡായാലും അറ്റാക്കിംഗ് ആയാലും മിഡ്ഫീൽഡ് ആയാലും ഒരു പരിധി വരെ തെളുങ്ങുകയും ചെയ്തു. 3-0 അവർ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു സെറ്റായ ടീമാണ് ഇപ്പോൾ ബ്രസീൽ. മറുവശത്ത് ജപ്പാനാണെങ്കിൽ ജപ്പാൻ ഒരു കളിയേ ജയിച്ചുള്ളൂ. 2 കളി അവർ ഡ്രോ പിടിച്ചു. ആ ഡ്രോ പിടിച്ചതെന്ന് പറഞ്ഞാൽ ചെറിയ ടീമൊക്കെ ആയിട്ടൊന്നുമല്ല, നെതർലാൻഡൊക്കെ ആയിട്ടാണ് ഡ്രോ പിടിച്ചേക്കുന്നത്. പിന്നെ അവർ ഭയങ്കര ഫാസ്റ്റായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. മൊറോക്കോ ഭയങ്കര ഫാസ്റ്റായിട്ട് കളിച്ച് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ബ്രസീലിനെ നമ്മൾ കണ്ടു. ഇപ്പോൾ ആ ബ്രസീൽ മാറി. 3 കളി കഴിഞ്ഞപ്പം വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും ബ്രസീലിന് ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കത്തില്ല. ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും കാണാൻ പോണത്. ചെറിയ അടിച്ച് ബ്രസീലിനുണ്ട്. അതാണ് എൻ്റെ അഭിപ്രായം. അവസാനത്തെ കളി ജർമ്മനിയും പരാഗയും തമ്മിലുള്ള കളി. ജർമ്മനി ടൂർണമെൻറ്റ് 7 ഗോളൊക്കെ അടിച്ച് തുടങ്ങിയതാണ്. കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായതാണ്. പക്ഷേ ഇപ്രാവശ്യം വൺ തിരിച്ചുവരവ്, നല്ല ഇഷ്ടംമാരെ ഗോൾ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ കളിയിൽ അവർ എക്കഡോറായിട്ട് പരാജയപ്പെട്ടു, തോറ്റുപോയി. അപ്പോൾ ഒരു കപ്പ് ജയിക്കുന്ന ഒരു ജർമ്മനി ആയിട്ട് എനിക്ക് ഇപ്പോഴത്തെ ജർമ്മനീനെ കാണാൻ പറ്റത്തില്ല. ഓപ്പണൻ്റ് പരാഗയാണ്. അവരെ തോൽപ്പിക്കാനായിട്ട് ജർമ്മനി ആദ്യത്തെ 2 കളിയിൽ കളിച്ച പോലെ കളിക്കേണ്ടി വരും. അല്ല ജർമ്മനി വെള്ളം കുടിക്കും. പരാഗെ നല്ല ടീമാണ്. അപ്പോൾ എന്നാലും ജർമ്മനിക്കാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എഡ്ജ് കാണുന്നത്. അതുപോലെ തന്നെ മൊറോക്കോ ആയിട്ടുള്ള കളി, മൊറോക്കോക്ക് തന്നെയാണ് എഡ്ജ് കാണുന്നത്. ഏതായാലും 3 കളിയും നല്ല ടൈറ്റ് പോരാട്ടമായിരിക്കും. 3 കളിയിലും ബ്രസീലും ജർമ്മനിയും നെതർലാൻഡും മൊറോക്കോയും തമ്മിലുള്ള കളിയാണ് ഏറ്റവും ടഫായിട്ട് ആകാൻ പോകുന്നത്. നെതർലാൻഡും മൊറോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് 2 കളിയിനേക്കാളും കുറേയും കൂടി ടഫായിട്ടുള്ളതാണ്. അതായത് കഴിഞ്ഞ 2 വേൾഡ് കപ്പ് പ്രഡിക്റ്റ് നടത്തിയ 100% അങ്ങേരുടെ പ്രഡിക്ഷൻ, ഒരു മാത്തമാറ്റീഷ്യൻ പ്രഡിക്ഷൻ നടത്തിയായിരുന്നു. കഴിഞ്ഞ 3 വേൾഡ് കപ്പ് അയാളുടെ കറക്റ്റായിട്ടുള്ള പ്രഡിക്ഷനായിരുന്നു. ഈ പ്രാവശ്യം അങ്ങേര് പ്രഡിക്റ്റ് ചെയ്തേക്കുന്നത് നെതർലാൻഡ് കപ്പടിക്കുമെന്നാണ്. പക്ഷെ ആ നെതർലാൻഡിന് ഈ പറയുന്ന നോക്കൗട്ട് സ്റ്റേജിൽ റൗണ്ട് ഓഫ് 32-ൽ കിട്ടിയേക്കണ ഒരു ഓപ്പണൻ്റ് എന്ന് പറഞ്ഞാൽ മൊറോക്കോയാണ്. മൊറോക്കോ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒറ്റ കളി പോലും തോറ്റിട്ടില്ല. ബ്രസീലുമായിട്ട് ഒരു ഡ്രോ പിടിച്ചത് മാത്രമേ ഉള്ളൂ. അത് തന്നെ ആ ബ്രസീലുമായിട്ടുള്ള കളിയിൽ മുൻതൂക്കം മൊറോക്കോക്കായിരുന്നു. നെതർലാൻഡ് അതുപോലെ തന്നെ 2 കളി ജയിച്ച് ഒരെണ്ണം ഡ്രോ ആയിട്ട് വന്നതാണ്.
വസിച്ചും ജർമ്മനി അങ്ങനെയല്ല, ജർമ്മനി ഒരു കളി തോക്കുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ട് ടീം നെതർലാൻഡും മൊറോക്കോയും തമ്മിലുള്ള കളിയാണ് ഇന്ന് നടക്കാൻ പോകുന്ന നോക്കൗട്ട് സ്റ്റേജിലോ അല്ലെങ്കിൽ ഈ റൗണ്ട് ഓഫ് 32-ലെ ഏത് കളിയെടുത്താലും ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു കളി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്വാർട്ടർ ഫൈനലിലോ സെമി ഫൈനലിലൊക്കെ വരേണ്ട ഒരു പോരാട്ടമാണ് ഇപ്പോൾ ഈ റൗണ്ട് ഓഫ് 32-ൽ മൊറോക്കോ നെതർലാൻഡ് വന്നത്. അതിവർ ഫിക്ചർ ഉണ്ടാക്കിയതും ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ കുഴപ്പമാണ്. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ വാച്ച് ഫോർ നെതർലാൻഡ് മൊറോക്കോ മാച്ച്. അതുപോലെ തന്നെ ജർമ്മനി പരാഗ്വേ കളിയും ബ്രസീൽ ജപ്പാനായിട്ടുള്ള കളിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ജർമ്മനിക്കും ബ്രസീലിനും ചെറിയ എഡ്ജ് ഉണ്ടെങ്കിലും അത്ര ഈസി ആയിട്ട് അവരുടെ ഓപ്പണിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. വേർത്ത് തന്നെ കളിക്കേണ്ടി വരും. പക്ഷേ മൊറോക്കോ നെതർലാൻഡ് ആര് ജയിക്കുമെന്ന് ഞാൻ പ്രവചിക്കണില്ല. രണ്ടുപേർക്കും 50-50% ചാൻസാണ്. ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്ന കളിനെക്കുറിച്ച് എൻ്റെ വിലയിരുത്തൽ. നിങ്ങളുടെ അഭിപ്രായം പറയുക. നന്ദി, നമസ്കാരം.